ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അന്ന് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയേക്കാൻ തോന്നി. പെട്ടെന്ന് തന്നെ അതിനുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ എടുത്തു വെച്ചു കേട്ടോ. അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അരിഞ്ഞൊക്കെ വെച്ചു. പിന്നെ ചുവട് കട്ടിയുള്ള പാത്രം, ഉരുളിയോ ചീനച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആണ് നമുക്ക് ഇതുണ്ടാക്കാനായിട്ട്, നല്ല ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഉരുളിയായിട്ട് എടുത്തേക്കുന്ന ചെറിയൊരു ഉരുളി എടുത്ത് ഗ്യാസിൽ വെച്ചു. അത് ചൂടായി അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കടുകിട്ടു. കടുക് പൊട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് തന്നെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പം വേപ്പില, തക്കാളി, സവോള, ഇഞ്ചി കുഞ്ഞായിട്ടാണ് അരിയേണ്ടത് കേട്ടോ. ഞാൻ കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞല്ല, അത്യാവശ്യം വലിയ വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെന്താ, പച്ചമുളക് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറേശ്ശെ ഇട്ടെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കൊണ്ടുള്ള പേസ്റ്റാണ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ പച്ചമുളകും വേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ടു. പിന്നെ തക്കാളി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അത് വാടി വരും. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഒരു തവി വെച്ച് ഇളക്കി കൊടുക്കുക. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് അധികം എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത്രയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ചിക്കൻ മസാല, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പൊട്ടിക്കാത്തൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു, ചിക്കൻ മസാല എടുത്ത് വെച്ചു. പിന്നെ നന്നായിട്ട് തന്നെ വാടി ഒന്ന് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ ലേശം മഞ്ഞൾപ്പൊടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാൻ ആദ്യം ചിക്കൻ മസാല ഇട്ടിട്ടത്, ചിക്കൻ മസാല ഇട്ടു, കുറച്ച് മല്ലിപ്പൊടി ഇട്ടു, പിന്നെ നമ്മുടെ മസാലപ്പൊടി പൊടിച്ചതിൻ്റെ ഒരു 2-3 നുള്ളതിട്ടു. പിന്നെ കുക്കറിലാണ് ഞാൻ ചിക്കൻ വേവിച്ചത്. അപ്പോൾ കുക്കറിൽ മസാലയൊക്കെ പുരട്ടി, മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ പുരട്ടി ചിക്കൻ നന്നായിട്ട് തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ആ സവോള ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴറ്റി വെച്ചേക്കുന്നതിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തു. അപ്പം നമുക്ക് എരിവ് നോക്കിയിട്ട് എരിവിനനുസരിച്ച്, നമുക്ക് കൂടുതൽ എരിവാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല കൊഴുപ്പുണ്ടാവും കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ലാസ്റ്റ് ചേർത്തായിരുന്നു. അപ്പോൾ ആലപ്പുഴ സ്റ്റൈൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കണം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.